ഇന്ന് നമുക്കൊരു ചേനത്തണ്ട് തോരനായാലോ? ഈ ചേനത്തണ്ടും വാഴക്കൊമ്പ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയ ഒരു ഫുഡാണ്. പക്ഷേ ഇന്ന് നമ്മൾ കുട്ടികൾ ഇതൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് അമ്മമാർ എന്തായാലും ശ്രദ്ധിക്കണം, ചോറിനോടൊപ്പം ഇങ്ങനെയുള്ള ഐറ്റം മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ചേനത്തണ്ടൊക്കെ ഒന്ന് കൊത്തി എറിഞ്ഞെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കാം. കാരണം ഇതിനൊരു കൊഴുകൊഴുപ്പുണ്ട്, അത് മാറാനാ. പിന്നെ ചേനയ്ക്ക് എടുക്കുമ്പം കൈക്ക് ചൊറിച്ചിലുള്ളവരാണെങ്കിൽ എന്തായാലും ഗ്ലൗസ് ഇട്ടിട്ട് ഇത് കഴുകാവുള്ളേ. എന്നിട്ട് നമുക്ക് അടുപ്പിലേക്ക് പാനൊക്കെ വെച്ച് ഓയിൽ ഒഴിച്ച് കടുവും പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലും സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഈ ചേനത്തണ്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങയും കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും കാന്താരി മുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ ഇതൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ അരപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഐറ്റവും കൂടെ ചേർക്കുന്നുണ്ട്. വേറൊന്നുമല്ല, പയറാണ് കേട്ടോ. പയറും കൂടെ ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക സ്വാദ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പയറും കൂടി ചേർത്ത് ഇളക്കിയെടുത്ത് നമ്മൾ ചേനത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ.